ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ നഷ്ടത്തിലായ ബാങ്കുകളിൽ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഇങ്ങനെ പോയാൽ കേരളത്തിലെ മുഴുവൻ സഹകരണ ബാങ്കുകളും പൂട്ടേണ്ടി വരുമെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 2022-23 സാമ്പത്തിക വർഷത്തെ നബാർഡ് ഇൻസ്പെക്ഷൻ പ്രകാരം കേരള ബാങ്കിന്റെ ക്ലാസിഫിക്കേഷൻ നിലവിലെ ബിയിൽ നിന്നും സി കാറ്റഗറിയിലേക്ക് തരം താഴ്ത്തിയ സംഭവത്തിൽ നിയമസഭയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നബാർഡിന്റെ വായ്പാ നിരീക്ഷണ സംവിധാന വ്യവസ്ഥകൾ പ്രകാരം സി ഗ്രേഡ് റേറ്റിംഗ് ഉള്ള ബാങ്കുകൾക്ക് അനുവദിക്കാവുന്ന പരമാവധി വ്യക്തിഗത വായ്പ 25 ലക്ഷം രൂപ മാത്രമാണ്. ആ പരിധിയിലേക്ക് മാറിയിരിക്കുകയാണ് കേരള ബാങ്ക്. വർഷാവർഷം ഇൻസ്പെക്ഷൻ നടത്തുന്നില്ല. 7% കുറവായിരിക്കേണ്ട നിഷ്ക്രിയ ആസ്തി 11% മുകളിലേക്ക് പോയി. ഭരണസമിതിയിൽ പ്രൊഫഷണലുകൾ ഇല്ല. വിവിധ സർക്കാർ ഏജൻസികൾക്ക് അനുവദിച്ച വായ്പകൾ കിട്ടാക്കടമായി മാറുന്നു തുടങ്ങിയ വസ്തുതകൾ കണ്ടെത്തിയതിനാലാണ് കേരള ബാങ്കിനെ സി കാറ്റഗറിയിലേക്ക് തരം താഴ്ത്തിയത്. ജില്ലാ ബാങ്കുകൾ ലയിച്ച് കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് മുൻപ് ഒരു തവണ മാത്രമാണ് വയനാട് ജില്ലാ ബാങ്ക് സി കാറ്റഗറി ആയത്. അല്ലാതെ ഒരു ജില്ലാ ബാങ്കും സി കാറ്റഗറിയിലായിട്ടില്ല. ഇത്തരത്തിൽ ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചതുകൊണ്ട് ഇപ്പോൾ മുഴുവൻ ജില്ലാ ബാങ്കുകളും സി കാറ്റഗറിയിലേക്ക് പോയിരിക്കുകയാണെന്നും ഇത് ഗൗരവമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ സഹകരണ മേഖല കൂടുതൽ അപകടത്തിലേക്ക് പോകുമെന്നും വി.ഡി. സതീശൻ തുറന്നു പറഞ്ഞു.